തനിരോ പരമാർത്ഥം സത്യജ്ഞാന ആനന്ദാദ്വയാമൃതപൂർണം സച്ചിത് ബ്രഹ്മാഖ്യം പരമാനന്ദം ഉപാസിച്ചേന ഈശനം പ്രപഞ്ചവും ഏകം എന്നുറച്ചു ഞാൻ. ഈശനെ ദേശികൻ എന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശിക പാദപത്മം എന്നുള്ളിൽ ഉറപ്പിച്ചേ. ദേശികാജ്ഞയാ പരമാനന്ദ സമന്വിതം ഈശനം പ്രപഞ്ചവും ദേശികാന്താനും ഞാനും ഈശന്റെ കാരുണ്യത്താൽ കേവലം ഒന്നായി കണ്ടേ. അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങൾ ഒന്നുമേ കാണാനില്ല ഞാൻ ഒഴിഞ്ഞൊരേടത്തും എന്നതിന് ഉപദേശ സാധനം ഇതുതന്നെ. നന്നായി കേട്ടുകൊള്ളിൽ മറ്റൊന്നു നിനയാതെ. നൈമിഷവനത്തിലെ വിഷ്ണു ക്ഷേത്രത്തിങ്കൽ ആ മുനിവരന്മാരാം ശൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിപ്പാനായി സത്രത്തെ തുടങ്ങിന. സൽഗതി വരുവാനും ഹേതുവാ അതു തന്നെ. ആയിരത്താണ്ട് കൂടിക്കഴിഞ്ഞു കൂടുന്നതങ്ങ് ആരാലും ഉപദ്രവം കൂടാതെ ചെല്ലും കാലം ചെന്നിതു വേദവ്യാസ ശിഷ്യനായുള്ള സൂതൻ. നന്നായി സൽക്കാരം ചെയ്ത് ഇരുത്തി മുനികളോ പുണ്യവാനായ ഭവാൻ വന്നത് നന്നായി വന്നു. ധന്യന്മാരെന്നു വന്നു ഞങ്ങളും അതിനാലേ. ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ നിർമ്മലനായ ഭവാന് ഒക്കവേ പാഠമല്ലോ. വേദാന്ത പൊരുൾ അറിഞ്ഞിടിന മുനികളും വേദവേദാന്ത വിത്ത വേദവ്യാസനോ വേദവേദാന്ത വിത്ത വേദവ്യാസനോ വേദവേദാന്ത വിത്ത വേദവ്യാസനോ. മുന്നം സാദരമരുൾ ചെയ്തതൊക്കെ അഭ്യസിച്ചനേ മോദേന വന്നതിപ്പോൾ ഞങ്ങൾക്ക് ഒരനുഗ്രഹമോ. സ്നേഹം എത്രയും ഭാരമുള്ള ശിഷ്യന് ഗുഹ്യമായി അത് ഉപദേശിച്ചിടുന്നു ഗുരുക്കന്മാർ. ചേതസി നിന്നെ സ്നേഹം വേദവ്യാസന്
പാരം വാസന ശുശ്രൂഷാദിയാകിയ ഗുണങ്ങളാൽ ആകയാൽ സാരമായ മോക്ഷ സാധനം എന്തൊന്നായത് തവ അതിനിശ്ചയം പറകളോ ഈ കലിയുഗത്തിങ്കൽ മാനുഷ പരീക്ഷകൾ ദുഃഖിതന്മാരായുള്ളൂ നിത്യോപദ്രവങ്ങളാൽ അല്പ ആയുസ്സുകളുമായി അല്പബുദ്ധികളുമായി അല്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളൂ നൂനം കേൾക്കേണ്ടത് അസംഖ്യമായുണ്ട് അവയെല്ലാം ഇപ്പോൾ ആഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്നു വന്നുകൂടും എന്നാൽ എന്ത് അതിൽ സാരമായുള്ളത് എല്ലാവർക്കും ഒന്നുകൊണ്ടുടൻ ബുദ്ധി തെളിഞ്ഞ് വരുന്നതായി എത്രയും ചുരുക്കമായി അത്യന്തം മനോജ്ഞമാം വസ്തുവായിരിപ്പതും സത്വരം ദേവകീങ്കൽ വസുദേവൻ സുതനായി ദേവകൾ ദേവൻ പിറന്നൊരു നാളുള്ള കഥ കേൾക്കണം എന്നുമുണ്ട് തോന്നുന്നു ഞങ്ങൾക്കിപ്പോൾ ഓർക്കുമ്പോൾ എല്ലാറ്റിലും ആ കഥയല്ലേ നല്ലോ തന്തിരുവടിയുടെ തിരുനാമങ്ങളിൽ ഒന്ന് അന്തനായറിയാതെ ചൊല്ലിലും ഗതിയല്ലോ ആത്മശുദ്ധിയിൽ കൊതിയുള്ളവനാകിൽ പരമാത്മാവാം കൃഷ്ണൻ കഥ പരമാത്മാവാം കൃഷ്ണൻ കഥ കേൾപ്പാനാഗ്രഹമുണ്ടാ പരമാത്മാവാം കൃഷ്ണൻ കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടാ രസജ്ഞന്മാരൻ എന്നാകിൽ കേട്ടോളം കേൾപ്പാൻ തോന്നും രസങ്ങൾ ഇതിന്മീതേ മറ്റൊന്നില്ലതാനും ഞങ്ങൾക്ക് മര്യാദയില്ല അത് കേൾക്കും തോറും മംഗളചരിതങ്ങൾ ചൊല്ലു നീ മടിയാതെ വന്നിതു കലിയുഗമെന്ന് അറിഞ്ഞതു മൂലം വന്നു വൈഷ്ണവ ക്ഷേത്രം പൊക്കിതു ഞങ്ങളോ തന്തിരുവടിയുടെ ചരിതം കേട്ടുകൊള്ളുവാൻ എന്തൊരു കഴിവ് എന്ന് ചിന്തിച്ചു വസിക്കുമ്പോൾ അന്തരാവന്നു ഭവാൻ ഈശ്വരകാരുണ്യത്താൽ സദാവം മകന്നിതു മിക്കതും കണ്ടപ്പോഴേ എന്നെല്ലാം മുനിജനം ചൊന്നതു കേട്ടു സൂതൻ നന്നായി തെളിഞ്ഞ് ഉടൻ പറഞ്ഞു തുടങ്ങിയ വന്ദിച്ചിടുന്നേനെങ്കിൽ ശ്രീ സുഖമുനി തന്നെ നന്ദിച്ചിടേണം എന്നെ കുറിച്ചു സദാകാലം വേദാന്ത സരാർത്ഥമായി അധ്യാത്മപ്രദീപമായി വ്യാസോക്തമായ പുരാണങ്ങളിൽ പ്രധാനമായി മേവീടും ഭാഗവതം
ചൊല്ലിയ മുനിവരൻ ശ്രീവേദവ്യാസൻ താനും അവോളം തുണയ്ക്കമേ. വ്യാസോക്തമായ പുരാണങ്ങളിൽ പ്രധാനമായി മേവീടും ഭാഗവതം ചൊല്ലിയ മുനിവരൻ ശ്രീവേദവ്യാസൻ താനും അവോളമോ തുണയ്ക്കമേ.